തിരുവചനം തിരുമതിര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ഇന്ന് ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രത്തിന് കർത്താവേ, ഞങ്ങൾ ദിവാത്സല്യമായ സർവസ്നാഥ അവന് എത്രത്തോളം ഞങ്ങളെ വഴിയെടുത്തിയ നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവ്. ഓരോ ദിവസവും ഓരോ നാളിലും കർത്താവെ നിൻ്റെ കൃപ ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും കാത്തുപരിപാലിക്കുന്നവൻ കൃപകൾക്കായ സ്തോത്രം. ആപത്തനത്ത സ്ഥാനാരോഗ്യത്തിൻ്റെ മധ്യത്തിലും അങ്ങ് ഞങ്ങളെ വിടുവിക്കുകയും ബലപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യുന്ന നന്മകൾക്കായ നന്ദിയോട് സ്തോത്രം കർത്താവെ. ബലഹീനരായ അടിയങ്ങളെ അങ്ങയുടെ കൃപകളിൽ ബലപ്പെടുത്തുകയും കർത്താവ് ക്ഷീണിതമായ സാഹചര്യങ്ങളിൽ അടിയങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ശ്രേഷ്ഠ കൃപയ്ക്കായ നന്ദിയോട് സ്തോത്രം കർത്താവെ. ഈ സമ്പത്ത് ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ ഈ കർത്താവ് ശുശ്രൂഷയിൽ കൂടെ കർത്താവെ അങ്ങയുടെ വചനം കർത്താവ് തൻ്റെ ജനത്തെ ആഴമായി സ്പർശിക്കുകയും കർത്താവ് വചനത്തിൽ ബലപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജനം അങ്ങയുടേതാണ് കർത്താവ്, അടിയൻ അങ്ങയുടെ വചനം അങ്ങയുടേതാണ് കർത്താവെ. വചനം കർത്താവ് തൻ്റെ ജനത്തിൽ എത്തിക്കുമ്പോൾ ഏറ്റവും ലളിതമായി എത്തിക്കുക മാത്രമല്ല കർത്താവ്, വചനം അവരിൽ ക്രിയ ചെയ്തക്കോണം അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ മേൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ വിനയനും കണക്കിടാതെ കർത്താവ് ഈ സമയത്ത് ഞങ്ങളെ തന്നെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവ്. അടിയനെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവ്, അടിയൻ്റെ ശബ്ദത്തോടും വാക്കുകളും വശസ്സോടും ഉണ്ടായിരുന്ന കർത്താവ്. ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ കർത്താവെ തൻ്റെ ശുശ്രൂഷ നയിക്കാൻ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. ഈ സാക്ഷിക്കുന്നു പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പുണ്യത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ചും ഈ കാലയളവിൽ ഒരു യുദ്ധത്തിൻ്റെ മധ്യത്തിലൊക്കെ കടന്നുപോയപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു ചിന്തയാണ്, എവിടെയാണ് സുരക്ഷിതത്വം? സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ ഒരു യുദ്ധത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് മാത്രമുള്ളൊരു സുരക്ഷിതത്വത്തിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തിഗത ജീവിതം, സാമൂഹ്യ ജീവിതത്തിലെയും ഔദ്യോഗിക രംഗത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം സുരക്ഷിതം തപ്പി അല്ലെങ്കിൽ എവിടെ കിട്ടും, എങ്ങനെ ലഭ്യമാകുമെന്നൊക്കെയുള്ള ചിന്തയും ആശങ്കയും ഒക്കെ കടന്നു വന്നൊരു കാലയളവാണ്. അതിന്നും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും യഥാർത്ഥമായ ഒരു യുദ്ധശമനം നടക്കാത്ത സാഹചര്യത്തിലാണ് ഇന്നും ലോകം മുമ്പോട്ട് പോകുന്നത്. നാം ചിന്തിക്കുമ്പോൾ ഓരോ രാജ്യങ്ങൾ അതായത് എങ്ങനെ അവർക്ക് വേണ്ടിയ മറ്റ് ഇന്ധനത്തിൻ്റെ സ്രോതസ്സിന് ഉള്ള സുരക്ഷിതം ചെയ്യുവാൻ കഴിയുമെന്നുള്ള പരിശ്രമം, അവരുടെ ഉള്ള സമ്പത്ത് അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ എങ്ങനെ സുരക്ഷിതമാക്കുവാൻ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ, മറ്റ് മേഖലകൾ പല മേഖലകളും അവരെ എങ്ങനെ അവരുടെ ഓരോ ദിവസത്തെ അവരുടെ ബിസിനസ് നിലനിർത്തുവാൻ അല്ലെങ്കിൽ അതിനെ എങ്ങനെ സുരക്ഷിതപ്പെടുത്തുവാൻ എന്നുള്ള ചിന്തകൾ. ഈ സുരക്ഷിതത്തിൻ്റെ ഒരു വലിയ ഓട്ടത്തോടോട്ടമാണ് ഇന്ന് ലോകത്തിലെ രാജ്യങ്ങളും നേതാക്കന്മാരും ജനങ്ങളും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ, നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുമ്പോൾ ആദ്യം ആ കുടുംബജീവിതത്തിലെ ദമ്പതിമാരുടെ ചിന്തകളിൽ എങ്ങനെ അവരുടെ കുടുംബ ജീവിതം ഭദ്രമാക്കുവാൻ കഴിയും, സുരക്ഷിതമാക്കുവാൻ കഴിയും. ഇത് രണ്ടെന്ന് പറയുമ്പോൾ അവയൊക്കെ ലോകപ്രകാരമുള്ള പ്രവർത്തന കാര്യങ്ങളാണ്. അതായത് പിന്നൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാവിയെ എങ്ങനെ സുരക്ഷിതമാക്കുവാൻ കഴിയുമെന്നുള്ള ചിന്തകളും പ്രവർത്തനത്തിനുമുള്ള ഓട്ടത്തോടോട്ടമാണ്. പക്ഷേ ഇത് ഒക്കെ നാം നോക്കുമ്പോൾ ഇവിടെയൊക്കെ മുൻതൂക്കം കൊടുക്കുന്നത് ലൗകികമായ പല ചിന്തകൾക്കും ലൗകികമായ പല പ്രവർത്തനങ്ങൾക്കും ആണ്. നാം നോക്കുമ്പോൾ നാം ആയിരിക്കുന്ന രാജ്യത്തിൽ നാം പണ്ടുതൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അവരുടെ മുഖമുദ്രയായി എപ്പോഴും പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ സുരക്ഷപ്പെടുത്തത്തക്കവണ്ണം ഉള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകുവാൻ കഴിയുമെന്നാണ്. അതിൽ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ചിലത് മരണശേഷം കിട്ടുന്നത്, ചിലത് ഒരു പ്രായപരിധി കഴിഞ്ഞ് കിട്ടുന്നത്. അവയൊക്കെ പറയുന്നത് എന്താണ്? എൻ്റെ ജീവിതത്തെ സുരക്ഷിതമായി ജീവിക്കുവാനുള്ള സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടുവാനുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരുക്കപ്പെട്ട് കഴിഞ്ഞാലും ഇവയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, ഇതിനതീതമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഈ ഭൂമുഖത്തുണ്ടെന്നാണ്. ആ ശക്തി
ഈ സുരക്ഷിതത്തിനെ ഒന്നും നമ്മളെ സുരക്ഷിതമാക്കുവാൻ കഴിയുകയില്ലെന്ന് നാം മറന്നു പോകുന്നുണ്ട്. ദൈവത്തിൻ്റെ ആ കരം നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ നാം എന്തൊക്കെ കാര്യങ്ങൾ നാം സുരക്ഷിതത്തിനായി ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മളെ സുരക്ഷിതത്തിലേക്ക് നയിക്കുവാൻ ഇടയാകുകയില്ല. എന്തിന്? ഇന്ന് ഈ കാലയളവിലുണ്ടായ യുദ്ധം തന്നെ അതിനൊരു വലിയ കാര്യമാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇന്ന് ലോകമെമ്പാടും ഇന്ധനത്തിനുള്ള സുരക്ഷിതത്തിന് ഓട്ടത്തോടോട്ടമാണ്. എവിടെയാണ് സുരക്ഷിതത? നാം എത്ര സ്വരൂപിച്ചാലും അതൊന്നും നമ്മുടെ ജീവിതത്തിനെ സുരക്ഷിതത്തിലേക്ക് നയിക്കുവാൻ കഴിയുകയില്ല. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സുരക്ഷിതം എന്ന് പറയുമ്പോൾ കർത്താവ് അല്ലെങ്കിൽ യഹോവയായ ദൈവമായി തീരണം. നാം കർത്താവിനെ വിശ്വസിക്കുന്നെന്ന് പറയുകയും പക്ഷേ എൻ്റെ ജീവിതത്തിലെ സുരക്ഷിതയും ഭദ്രതയ്ക്കായി മറ്റെല്ലാ കാര്യങ്ങളിൽ നാം ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നാം മറന്നു പോകുന്ന കാര്യമുണ്ട്. എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ച് ഈ ലോകത്ത് വ്യത്യസ്തമായി ഇത്ര നാളും നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധി മേഖലയിൽ നമ്മളെ സുരക്ഷിതമായി വഴി നടത്തുവാൻ കഴിയുമെന്ന് സങ്കീർത്തനം 41:1 ഇപ്രകാരമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്: ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയുമായിരിക്കുന്നു. ദൈവം എൻ്റെ സങ്കേതവും ബലവുമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനെ ഭയപ്പെടണം? ആരെ ഭയപ്പെടണം? അത് കഴിഞ്ഞ് രണ്ടാമത് പറയുന്നത് കഷ്ടങ്ങളിൽ അവൻ എൻ്റെ ഏറ്റവും അടുത്ത തുണ. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി മേഖലയിൽ, വേദനയുടെ താഴ്വരയിലും കഷ്ടത്തിൻ്റെ താഴ്വരയിലും എന്നെ ശക്തനാക്കുന്ന കർത്താവ് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ അത് ഞാൻ സകലത്തിലും മതിയാവുമെന്ന് പറയുന്ന അപ്പോസ്തല പൗലോസ്ലിഹയുടെ കാര്യം നാം ഒന്ന് ഓർക്കണം. അതെപ്പോഴാണ് നമുക്ക് അനുഭവമാക്കുവാൻ കഴിയുന്നത്? എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഏത് കാലഘട്ടത്തിലും ഏത് പ്രതിസന്ധി മേഖലകളിലും എൻ്റെ ദൃഷ്ടി എൻ്റെ ദൈവത്തിൽ മാത്രമായി തീരണം. ലോകപ്രകാരമുള്ള പല കാര്യങ്ങൾ നാം ജീവിത കാലയളവിൽ ഒരുക്കുന്നുണ്ടെങ്കിലും പക്ഷേ പ്രധാനമായി എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എൻ്റെ കർത്താവ്, എൻ്റെ ദൃഷ്ടി എൻ്റെ കർത്താവിലായി തീരണം. അപ്പോഴാണ് ഈ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കും. എൻ്റെ സങ്കേതവും ബലവും എൻ്റെ കഷ്ടനാളുകളിൽ എൻ്റെ ഏറ്റവും അടുത്ത തുണയായി നമ്മെ വഴി നടത്തുവാൻ ഇടയാകും. പൗലോസ്ലീഹ കൊലോസ്യ സഭയോട് പറയുന്നൊരു കാര്യമുണ്ട്. കൊലോഷ്യൻസ് 1:13-14 വായിക്കുമ്പോൾ, എന്തെന്നാൽ അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എവിടാ നമ്മെ ആക്കിയത്? പുത്രൻ്റെ രാജ്യത്തിൽ, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി. എവിടുന്നാണ് നമ്മെ വീണ്ടെടുത്തത്? അന്ധകാര അന്ധകാര പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ കോരിയെടുത്ത് കർത്താവ് നമ്മെ അവൻ്റെ രാജ്യത്തിലാണ് ആക്കിയിരിക്കുന്നത്. കർത്താവിൻ്റെ രാജ്യത്തിലായി തീർന്നു കഴിഞ്ഞാൽ നമ്മെ തൊടുവാൻ ആർക്കെങ്കിലും കഴിയുമോ? പ്രിയ സഹോദര സഹോദരി, എൻ്റെ ജീവിതത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പക്ഷേ അതിന് നാം ഒരു കാര്യം ചെയ്യണം. എൻ്റെ കർത്താവിലുള്ള പൂർണ്ണ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വേണം. രണ്ടാമത് പറയുന്നത് അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഈ അന്ധകാര ബന്ധനത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ഇടയാകുന്നത് എനിക്ക് വേണ്ടി കാൽവറിയിൽ ക്രൂശ മരണമേൽക്കുകയും കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. നാം അത് മനസ്സിലാക്കുന്നുണ്ടോ? നാം ഇന്ന് ജീവിത കാലയളവിൽ പല കാര്യത്തിൻ്റെ സുരക്ഷിതത്തിനായി ഓട്ടത്തോടോട്ടം ചെയ്യുമ്പോൾ പ്രിയ സഹോദര, ഒരു നിമിഷം ഒന്ന് നിൽക്കുക, ഒന്ന് ചിന്തിക്കുക. ഈ ഓട്ടത്തിൻ്റെ അവസാനം എന്താണ്? ഈ ഓട്ടത്തിൻ്റെ അവസാനം ചിലപ്പോൾ ആശുപത്രിയുടെ ഉൾമറയിൽ എണ്ണിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണോ? അതോ മാറാരോഗമായ ജീവിതം പിന്നെ ഏറ്റവും പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയാണോ ഈ ഓട്ടത്തിൻ്റെ ഓട്ടം? പക്ഷേ എന്നെ വഴി നടത്തുന്ന എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, എന്നെ കോരിയെടുത്ത എൻ്റെ കർത്താവിനെ ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, അവിടെയാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് നമുക്ക് അനുഭവമാക്കുവാൻ എൻ്റെ ബലവും എൻ്റെ സങ്കേതവും
എൻ്റെ എല്ലാമായി തീരുവാൻ ഇടയാക്കും. റോമാലേഖനം 8:38-39 വ്യത്യസ്തമായ റോമാ സഭയോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്തെന്നാൽ ഞാൻ ഉറച്ചിരിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ഇവിടെ വ്യക്തമായ റോമാസഭയോട് പറയുന്ന ഒരു കാര്യം, ഈ ലോകത്തിലുള്ള ഒരു കാര്യവും, ഒരൊറ്റ കാര്യം പോലെ, ഉള്ളതോ ഉണ്ടായതോ ഇനിയും ഉണ്ടാകാതിരിക്കുന്ന ഒരു കാര്യം പോലും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയുകയില്ലെന്നാണ്. അതിന് കാരണം കൊലോസ്യർ നമ്മൾ പറഞ്ഞുകൊണ്ടെന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നത് കൊണ്ടാണ്. നമ്മെ വീണ്ടെടുത്തത് നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ നന്മ കൊണ്ടോ നാം എന്തോ ചെയ്തത് കൊണ്ടല്ല. നമ്മെ ആഴമായി സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി സ്വയം യാഗമായി അർപ്പിക്കപ്പെട്ട എൻ്റെ കർത്താവിൻ്റെ കൃപയാണ് നമ്മെ ഓരോരുത്തരെയും ഈ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഇടയാക്കിയിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും നാം കേൾക്കുന്നൊരു കാര്യമുണ്ട്, ഒരുവൻ സഭയിൽ നിന്ന് അകന്നുപോയാൽ, പ്രാർത്ഥനാ കൂട്ടത്തിൽ നിന്ന് അകന്നുപോയാൽ ആരെങ്കിലും പഴിചാരിയിട്ടേ അവരകന്നു പോവുകയുള്ളൂ. അവർ കാരണമാണ് ഞങ്ങൾക്ക്. പ്രിയ സഹോദര സഹോദരി, നിന്റെ ദൈവമായിട്ടുള്ള ബന്ധം ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം നമ്മുടെ വ്യക്തിഗത ബന്ധമാണ്. ഇവിടെ വ്യക്തമായ റോമാലേഖനത്തിൽ പറയുന്നത്, ഈ ലോകത്തിൽ ഒരു കാര്യത്തിനും നമ്മെ ആ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയില്ല. അകറ്റുവാൻ കഴിയുന്നത് മാത്രം എൻ്റെ ജീവിതത്തിലെ എൻ്റെ സ്വഭാവങ്ങളും എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ നിരൂപണങ്ങളും എൻ്റെ വാക്കുകളും മാത്രമാണ്. നാം അപ്രകാരമാണോ ഇന്ന് ജീവിക്കുന്നത്? നാം പഴിചാരുന്നെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ പ്രാരംഭ നാൾ മുതൽ ആദ്യ പാപം തൊട്ട് ആരംഭിച്ചതാണ് പഴിചാരൽ. ഹവ്വായുടെ ആദാമിനോട് യഹോവ ദൈവം ചോദിക്കുമ്പോൾ, നീ എനിക്ക് തക്ക തുണയായി തന്ന ഹവ്വ എനിക്ക് തന്നു, ഞാൻ കഴിച്ചു. ഹവ്വായോട് ചോദിക്കുമ്പോൾ, ഇവിടെയുള്ള പാമ്പ് എനിക്ക് തന്നു, ഞാൻ കഴിച്ചു. സ്വയം ന്യായീകരിക്കുന്ന അവസ്ഥയിലാണോ നാം ജീവിക്കുന്നത്? അങ്ങനെയെങ്കിൽ ആ ദൈവസ്നേഹത്തിൽ നിന്ന് നാം അകന്നു തന്നെ പോകും. ന്യായീകരണം ഒരിക്കലും ദൈവസ്നേഹത്തിൽ നമ്മെ നിലനിർത്തുവാൻ കഴിയുകയില്ല. ന്യായീകരണം ഒരിക്കലും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിർത്തുവാൻ നമ്മളെ ഇടയാക്കുകയില്ല. ന്യായീകരണം എപ്പോഴും നാം ആണ് യഥാർത്ഥത്തിൽ എല്ലാത്തിലും ഒരു കുറവുള്ള വ്യക്തിയല്ലെന്ന് നാം ബോധ്യപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ കുറവെന്തായാലും, എൻ്റെ വാക്കുകളായിരിക്കും, എൻ്റെ പ്രവർത്തനങ്ങളായിരിക്കും, എൻ്റെ നിരൂപണം, ചിലപ്പോൾ മറിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളായിരിക്കും. അതിനെ മനസ്സിലാക്കി ആ അറ്റുപോകുന്ന ബന്ധത്തിലേക്ക് നിലകൊള്ളത്തക്കോണം നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ സുരക്ഷിതം തന്നെത്താൻ യഹോവയിൽ നിന്ന് കടന്നു വരും. നാം ആദ്യം വായിച്ച സങ്കീർത്തനത്തിൽ പറയാം, എൻ്റെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടത്തിൽ അവൻ എൻ്റെ ഏറ്റവും അടുത്ത തുണയാണ്. അതല്ലേ നമുക്ക് ആവശ്യം. എത്രയോ ബാങ്ക് ബാലൻസസ് കാണും, അതിശ്രേഷ്ഠമായ ഔദ്യോഗിക രംഗത്തിലായിരിക്കും നാം ഇന്ന്, ചിലപ്പോൾ ഏറ്റവും ഔന്നത്യമുള്ള ഒരു നിലയിലായിരിക്കും നാം ആയിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും നമ്മളെ സുരക്ഷിതം നൽകുവാൻ കഴിയുകയില്ല. പ്രിയ സഹോദര സഹോദരി, ഒരു നിമിഷം മതി ഇവയൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ. പക്ഷേ നാം വിശ്വസിക്കുന്ന ദൈവത്തിൽ നാം ഉറച്ച് വിശ്വസിച്ച് മുന്നേറുകയാണെങ്കിൽ, എത്ര വലിയ കൊടുങ്കാറ്റ് കടന്നു വന്നാലും, എത്ര വലിയ ചുഴലിക്കാറ്റ് കടന്നു വന്നാലും, അതിൻ്റെ മധ്യത്തിൽ സുരക്ഷിതമായി കാത്തുപരിപാലിക്കത്തക്കോണം എൻ്റെ കർത്താവിന് കഴിയും. അതായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം. 1 യോഹന്നാൻ 3:1 ആദ്യ ഭാഗം വായിക്കുമ്പോൾ, കാണുവീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതിൻ്റെ ആഴം നാം മനസ്സിലാക്കണം. ആരായിട്ട് വിളിക്കപ്പെടുവാനാണ്? ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ.
എന്തുകൊണ്ടാണ്? കൊലോസ്യ സഭയെ പറയുന്നത് കാര്യം തന്നെയാണ്. നമ്മെ അന്ധകാരത്തിൽ നിന്ന് കോരിയെടുത്ത് അവൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വച്ചിരിക്കുമ്പോൾ അവൻ്റെ മക്കളായിത്തീരുന്നു, ദൈവമക്കളായിത്തീരുന്നു. നാം ദൈവമക്കളാണെങ്കിൽ നമ്മെ തൊടുവാൻ ആർക്കെങ്കിലും കഴിയുമോ? ദൈവത്തിനോടെതിരെ പ്രവർത്തിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? നാം ചിന്തിക്കണം. ഇവിടെ എത്ര വ്യക്തമായിട്ട് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എന്ത് സ്നേഹമാണ്! സ്വന്തം പുത്രനെ യാഗമായി അർപ്പിക്കപ്പെട്ട് ആ അറ്റുപോയ സ്നേഹബന്ധത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന അവസ്ഥ, ആ സുരക്ഷിതത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അവസ്ഥ, അതാണ് യഥാർത്ഥത്തിൽ ആ സ്നേഹം എന്ന് പറയുമ്പോൾ. അതാണ് ആ സ്നേഹത്തിൻ്റെ ആഴം എന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പിതാവും ഇത്രമാത്രം വാത്സല്യത്തോട് കരുതുന്ന ഒരു പുത്രനും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മെ നേർവഴിയിൽ നയിക്കത്തക്കോണം സദാ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ടും ഇന്ന് പലപ്പോഴും നാം സുരക്ഷിതത്തിനു വേണ്ടി ലോകത്തിലെ പല കാര്യങ്ങളിലേക്ക് നാം നോക്കി പാർക്കുകയും അതിനായി ഓട്ടത്തോടോട്ടമാണെങ്കിൽ ഒന്ന് നിൽക്കേണ്ട സമയമായിരിക്കുന്നു, ഒന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ കാലം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ നാം ഒന്ന് ചിന്തിക്കണം. ഈ ഓട്ടം യഥാർത്ഥത്തിൽ എന്നെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അടുപ്പിക്കുമോ, അതോ എന്നെ കർത്താവിൻ്റെ ബന്ധത്തിൽ നിന്ന് അകറ്റുന്ന സാഹചര്യമാണോ? ഞാൻ മുമ്പോട്ട് വായിക്കട്ടെ. എബ്രായ ലേഖനം 13:8 ഇപ്രകാരമാണ് പറയുന്നത്: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അന്തമില്ലാത്ത, ആദിയില്ലാത്ത, അന്തമില്ലാത്ത ഒരു സ്നേഹത്തിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥമായ കർത്താവിലേക്ക് നാം ഒന്ന് ഇഴുകിച്ചേരുവാൻ പരിശ്രമിക്കണം. പ്രിയ സഹോദര, പാട്ടുപാടിയാൽ പോലെ യേശുവെ പോലെ ആകണം, യേശുവിൻ വാക്കുകൾ. യേശുവെ പോലെ ആകണമെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബലഹീനമായ സ്വഭാവ ഇതിൽ നിന്ന് നാം മാറുവാൻ ചിന്തിക്കണം. മറ്റുള്ളവരെ സ്വീകരിക്കുവാനുള്ളൊരു മനസ്സ് വേണം. നാം എന്തുമായിക്കൊള്ളട്ടെ, എത്ര വലിയ സാമ്പത്തിക നിലയിലുള്ളവരായിരിക്കും, ചിലപ്പോൾ ഔദ്യോഗിക രീതിയിൽ ഏറ്റവും ഉന്നത നിലയിലുള്ളവരായിരിക്കും. പക്ഷേ അവിടെ നിന്ന് മറ്റുള്ളവനെ നോക്കുമ്പോൾ പുച്ഛിക്കുന്ന അവസ്ഥയാണെങ്കിൽ യേശു നമ്മുടെ ജീവിതത്തിലില്ല, പ്രിയ സഹോദര സഹോദരി. എങ്കിലോ അവനെ മാറോടണച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോകത്തക്കണമുള്ള സ്നേഹം, അവർക്ക് കരം കൊടുത്ത് അവരെ ബലപ്പെടുത്തുന്ന സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുമ്പോഴാണ് യേശു നമ്മോട് കൂടെ വസിക്കുവാൻ ഇടയാകുന്നത്. അവിടെയാണ് യേശുവിൻ്റെ സ്നേഹത്തിൽ നാം യഥാർത്ഥമായി വളരുവാൻ ഇടയാകുന്നത്. അതുണ്ടോ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ? നാം ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നവന് മാത്രമേ ആ പദവിയിലേക്ക് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. ആ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആ സ്നേഹത്തിൻ്റെ രീതിയിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, അതിൻ്റെ ആരംഭം കുറിക്കുന്നത് ആദ്യം വ്യക്തിഗത കുടുംബജീവിതത്തിലാണ് കേട്ടോ. എൻ്റെ കുടുംബത്തിൽ ആ സ്നേഹവും സമാധാനവും ഇല്ലെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി, സുവിശേഷത്തെപ്പറ്റി ആരോട് എന്തു പറഞ്ഞാലും ആരുടെയും ജീവിതത്തിൽ അതൊരു മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. കാരണം അവരാദ്യം നോക്കുന്നത് നമ്മുടെ ജീവിതമാണ്. അവിടെ നമ്മൾ സ്നേഹത്തിലുണ്ടോ? അവിടെ ആ ദൈവത്തിൻ്റെ കൃപയിലാണോ നാം നിലനിൽക്കൊള്ളുന്നത്? നാമും നമ്മുടെ കുഞ്ഞുങ്ങളും ആ ദൈവിക സ്നേഹത്തിലാണോ നിലനിൽക്കുന്നതെന്നാണ് നോക്കുന്നത്. ആ മറ്റുള്ള ഒരു സുവിശേഷം പറയുമ്പോൾ, സാക്ഷ്യം പറയുമ്പോൾ ആദ്യം നമ്മുടെ ജീവിതത്തിലൊന്ന് നോക്കണം, ഇതെൻ്റെ ജീവിതത്തിലുണ്ടോ? എനിക്ക് നൽകിയിരിക്കുന്ന തക്ക തുണയെ ശരിക്ക് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. നമുക്ക് ഭർത്താവായി തന്ന, ഭാര്യയായി തന്ന തക്ക തുണയായിട്ടാണ് തന്നത്. ആരെയും ഭരിക്കാനല്ല തന്നിരിക്കുന്നത്. അങ്ങനൊരു ജീവിതമാണ് നയിക്കുന്നെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുകയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുന്നത് സ്നേഹത്തിൽ മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. എബ്രായ ലേഖനം 10:23 ഇപ്രകാരമാണ് പറയുന്നത്: നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഈ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ ആരിലെ പ്രത്യാശ വെക്കേണ്ടത്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിലോ,
നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന നിക്ഷേപത്തിലോ അതോ നാം സ്വരൂപിച്ചിരിക്കുന്ന വസ്തുവകളിലാണ് അല്ല. എൻ്റെ പ്രത്യാശ ഞാൻ ഏറ്റുപറയുന്നത് എൻ്റെ ദൈവമായ കർത്താവിലാണ് ആയിരിക്കണം. എൻ്റെ പ്രത്യാശ എൻ്റെ കർത്താവായി തീരണം. എൻ്റെ ജീവിതത്തിൻ്റെ ആഴമേറിയ പ്രയാസത്തിൽ എന്നെ കരം പിടിച്ച് നടത്തുവാൻ കഴിയുന്ന എൻ്റെ കർത്താവായിരിക്കണം എൻ്റെ പ്രത്യാശ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അത് മറ്റുള്ളവർക്ക് നമ്മുടെ സാക്ഷ്യമായി തീരുന്നത്. രണ്ടാമത് പറയുന്നത്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. യഹോവയായ ദൈവം നമ്മോട് ഒരിക്കലും വിശ്വസ്തത കുറവ് കാണിച്ചിട്ടില്ല. അവൻ എപ്പോഴും വിശ്വസ്തതയാണ്. ദൈവം നമ്മോട് വിശ്വസ്തതയാണ്. പക്ഷേ ആ വിശ്വസ്തതയിൽ വീണു പോകുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ആ വിശ്വസ്തതയിൽ നിന്ന് അകന്നു പോകുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമുക്ക് കിട്ടിയിരിക്കുന്ന സാവകാശങ്ങൾ നമ്മുടേതായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ വിശ്വസ്തതയിൽ നിന്ന് നാം അകന്നു പോകുന്നത്. ആ വിശ്വസ്തതയിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയുമോ? ഇന്ന് ചിലപ്പോൾ നാം ആയിരിക്കുന്ന അനേകമായ ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടകന്ന് ജീവിക്കുന്ന ഒരവസ്ഥ, ഒരു ഏകാന്തയുടെ അവസ്ഥയായിരിക്കും. അതിന് കാരണം എന്താണെന്ന് നാം ഒന്ന് പരിശോധിക്കണം. നാം ആയിരുന്ന സഭകൾ വിട്ടുമാറി ജീവിക്കുന്നുണ്ടായിരിക്കും. പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ നിന്ന് മാറി ജീവിക്കുന്നുണ്ടായിരിക്കും. മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് മാറി ജീവിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ ഏകാന്തയുടെ മധ്യത്തിൽ നമ്മെ സ്നേഹിക്കുന്ന കർത്താവിനെ നാം ഒന്ന് വിളിക്കുകയാണെങ്കിൽ ആ കർത്താവ് കടന്നു വരിക മാത്രമല്ല, ആ ഏകാന്തതയിൽ നിന്ന് നമ്മെ വിടുവിച്ച് നമ്മെ പഴയതുപോലെ ദൈവസ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അത് ഇടയാക്കും. ഫിലിപ്പിയ ലേഖനം 4:19 ഇപ്രകാരമാണ് പറയുന്നത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും എൻ്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ മഹത്വത്തോടെ നിറവേറ്റിത്തരും. ക്രിസ്തുയേശുവിൽ മഹത്വത്തോടെ നിറവേറ്റിത്തരും. ആരാ നിറവേറ്റുന്നത്? ദൈവം തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൻ്റെ ദൈവത്തിൻ്റെ ധനത്തിന് ഒരു ക്ഷാമവുമില്ല കേട്ടോ. അവിടെ ഒരു സുരക്ഷിതത്തിൻ്റെ കുറവില്ല. പിന്നെ ക്രിസ്തുവിൻ്റെ മഹത്വത്തോടെ നൽകുമ്പോൾ, ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് പറയുമ്പോൾ എപ്പോഴും ഏറ്റവും ഉന്നതയുള്ള മഹത്വമാണ്. അപ്പോൾ നമ്മെ ഒരിക്കലും നാം പട്ടുപോകാൻ അവിടെ ഇടയാക്കത്തില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ ആ സങ്കീർത്തനക്കാരൻ എൻ്റെ സങ്കേതവും ബലവും കഷ്ടത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത തുണയെന്ന് യഥാർത്ഥമായി ഈ വാക്യം നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ സങ്കേതവും ബലവുമായി അവൻ്റെ ധനത്തിനൊത്തവണ്ണം, ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നമ്മളെ ആവശ്യത്തോടെ നിറവേറ്റുന്ന ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം. അതുകൊണ്ടാണ് കർത്താവ് മത്തായിയുടെ 11:28 ഇപ്രകാരം പറയുന്നത്, അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരുമേ, അധ്വാനിക്കുന്നവരും കഠിനമായ ഭാരം ചുമക്കുന്നവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, നമ്മളെ സുരക്ഷതയോടെ നിലനിർത്തുന്ന കർത്താവ്, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിറവേറ്റുന്ന കർത്താവ്, ആ കർത്താവുമായിട്ട് അകന്നൊരു ജീവിതമാണോ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും എന്നത് ചിന്തിക്കണം. നാം ദേവാലയങ്ങളിലും മറ്റ് ശുശ്രൂഷകളിലും നാം കൺവെൻഷനിലൊക്കെ കടന്നു പോകുന്നത് എന്തിനാണെന്ന് ചിന്തിക്കണം. അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇതിലെല്ലാം ഞാൻ സംബന്ധിച്ചിട്ടുണ്ടെന്നോ ആണോ, അതോ അതിനെക്കാട്ടി ഉപരി ഇവിടെയൊക്കെ ഞാൻ ആ കേൾക്കുന്ന വചസ്സുകൾ, വാക്കുകൾ, ദൂതുകൾ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരുത്തത്തക്കണം ഇടയാക്കാൻ വേണ്ടിയാണോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ പ്രയാസ മേഖലയിലായിരിക്കും ഇന്ന് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഒരു യുദ്ധത്തിൻ്റെ പ്രയാസങ്ങളും ഇന്ധനത്തിൻ്റെ പ്രതിസന്ധികളും ഇങ്ങനെ നമ്മെ ചുറ്റി വളയുന്ന അനേകമായ വേദനകളുടെയും പ്രയാസത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും താഴ്വരയിലായിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ഈ സമയത്ത് നമുക്കൊരു വിശ്വാസത്തിൻ്റെ ഉറപ്പുണ്ട്, നമുക്കൊരു പ്രത്യാശ നൽകുന്നുണ്ട്. എന്താണ് നമ്മുടെ പ്രത്യാശ? എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണ്. അപ്രകാരം നമുക്ക് ജീവിക്കുവാൻ കഴിയുമോ? അപ്രകാരം ആ കർത്താവിനെ രുചിച്ചറിയുവാൻ നമുക്ക് കഴിയുമെങ്കിൽ എന്നോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ സമയത്ത് അങ്ങയുടെ വചനത്തിൽ കൂടെ കർത്താവേ, എൻ്റെ സുരക്ഷിതം ഈ ലോകത്തിലല്ല കർത്താവ്, എൻ്റെ സുരക്ഷിതം അങ്ങയിലാണെന്ന് വ്യക്തമായ അടിയങ്ങളോട് സംസാരിച്ചതിനായി നന്ദിയോട് സ്തോത്രം. അങ്ങയിൽ ആശ്രയിക്കപ്പെട്ട് അങ്ങയിൽ കർത്താവ് ഇഴുകിച്ചേർന്നൊരു ജീവിതത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ സഹായിക്കുന്നത്
വന്നുപോയ വീഴ്ചകളും കുറവുകളും ഞങ്ങളോട് ക്ഷമിച്ച് എൻ്റെ കൃപയ്ക്കൊത്തോളം നീ ഞങ്ങളെ വഴിനിർത്തുന്നത് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും ഉപരി നിന്നെ അറിഞ്ഞ് ജീവിപ്പാൻ, എൻ്റെ കൃപയിൽ നിലകൊള്ളുവാൻ, നിൻ്റെ സ്നേഹത്തിൽ നിലകൊള്ളുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. വിലയിൽ ഞങ്ങളെ കുറവിന് ക്ഷമിച്ച് എൻ്റെ കൃപയെ ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തി വഴി നടത്തുന്നു. സാക്ഷിക്കുന്നു പിതാവോ കൽക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.